നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പര്യടനം അതിൻ്റെ ഔപചാരികമായി ഇന്നത്തെ ഉദ്ഘാടനം അതിൻ്റെ KC അവരിലൂടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അവരുടെയൊക്കെ സംസാരത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരിപ്പോൾ കുറഞ്ഞ വാക്കുകളിലൂടെയാണെങ്കിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു വലിയ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മാറ്റം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി 19-ാം തീയതിയിൽ പോളിംഗ് ദിവസത്തിന് വേണ്ടി എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കും. നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം ആയിരങ്ങൾ തന്നെ സംബന്ധിച്ചുകൊണ്ട് തികഞ്ഞ ഉത്തരവാദിത്വ ബോധമാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരുകാർക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭരണമാറ്റത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ലൊരു റഫറിങ്ങായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കളമൊരുക്കിയവർക്ക് നമുക്ക് നന്ദി പറയാം. കേരളം ഇന്ന് അങ്ങേയറ്റത്തെ ഭരണപരാജയത്തിൻ്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണല്ലോ. മനുഷ്യർക്കും രക്ഷയില്ല. അതേ അവസരത്തിൽ വന്യജീവികൾ മനുഷ്യരെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ പരിഹരിക്കാനുള്ള ചുമതലയുള്ള ഭരണകൂടം നിസ്സംഗതയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മുഴുവനും മാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നിലമ്പൂരിലെ വോട്ടർമാർ വലിയ ഉത്തരവാദിത്വത്തോടെ തന്നെ അത് കാണുകയാണ്. കേരളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും മത സൗഹാർദ്ദപരമായിട്ടുമൊക്കെ മാതൃക കാഴ്ചവെക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ആ നല്ല പേര് നമുക്കെന്നും നിലനിർത്തേണ്ടതുണ്ട്. അപ്പം അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ തന്നെ കേരളത്തിന് വേണ്ടതുമുണ്ട്. ഇന്ന് ജനങ്ങളിൽ നിന്നും എങ്ങനെയെല്ലാം അകൽച്ച പാലിക്കാം എന്ന് കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനവുമായിട്ടാണ് കേരളത്തിലെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുന്ന ജനസമ്പർക്കത്തിൻ്റെതായിട്ടുള്ള ഒരു ഭരണമാണ്. തൊട്ടു മുമ്പ് ഭരിച്ച നമ്മുടെ പ്രിയങ്കരനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളം കണ്ട് പരിചയിച്ച, ഏറെ അഭിമാനിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ലോകം തന്നെ അംഗീകരിച്ചു, ഐക്യരാഷ്ട്ര സഭ തന്നെ ശ്രദ്ധിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടികൾ. ഒരു മുഖ്യമന്ത്രിയും അതുപോലെ സംസ്ഥാനത്തെ ജനങ്ങളും തമ്മിൽ ഏത് നിലയിലാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു ഭരണകർത്താവിന് വേണ്ടതായ മുഴുവൻ ഉത്തരവാദിത്വവും മികവും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം നമുക്കറിയാം ഓടി നടക്കുകയായിരുന്നു. സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അദ്ദേഹം നിരന്തരമായി ഓടി നടന്നു ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി.